Hi friends, my name is Yasser. Welcome to Yasser the Master. നമ്മൾ ഇന്നത്തെ വീഡിയോ ഫോറംസിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെ ജിമ്മിൽ പോകുന്ന ഒട്ടുമിക്ക ആളുകളും ഫോറംസിന് വർക്കൗട്ട് ചെയ്യില്ല. കാരണം എന്താ, ഫുള്ള് ബോഡിക്ക് വർക്കൗട്ട് ചെയ്ത് വരുന്നതിനൊക്കെ നമുക്ക് ഫോറംസ് കളിക്കാൻ മറന്നു പോവുക, അല്ലെങ്കിൽ അവർക്കൊരു വർക്കൗട്ട് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവരെന്താവും കളി നിർത്തിക്കൊണ്ട് വീട്ടിലേക്ക് പോകും. പക്ഷെ ഫോറംസ് ഇല്ലാതെ നമ്മളെ ബോഡി എത്ര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാലും കാണാൻ വൃത്തിയുണ്ടാവില്ല. ഉദാഹരണത്തിന് എൻ്റെ ഫോറംസ് കണ്ടില്ലേ, കാരണം നമ്മളെ ബൈസും നമ്മളെ ഷോൾഡറും നല്ല സൈസ് ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഫോറംസ് നമുക്ക് ഫോം ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. നമ്മൾ ഇറങ്ങി നടക്കുന്ന സമയത്ത് അതൊരു ഫോണൊക്കെ പിടിക്കുന്ന സമയത്ത് തന്നെ നല്ല കാണാൻ ഷോ ഉണ്ടാവും. അങ്ങനെ ബൈസപ്സും ഷോൾഡറും ചെസ്റ്റൊക്കെ ഉള്ള ആൾക്ക് ഫോറംസ് ഇല്ലെങ്കിൽ കാണാൻ ഒരു ഷോ ഉണ്ടാവില്ല. അപ്പോൾ അതിനെങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നൊരു വീഡിയോയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വർക്കൗട്ടിലേക്ക് നമുക്ക് എന്തൊക്കെ പോകാം. അപ്പോൾ നമ്മളെ ഫോറംസ് രണ്ടുതരം മസിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫ്ലെക്സർ മസിലാണ് ഫോറംസ്. അപ്പോൾ അതിങ്ങനെ വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്താൽ മാത്രം പോരാ, അത് നമ്മൾ കറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫോറംസ് ഉണ്ടാവുള്ളൂ, കിട്ടുള്ളൂ. ഇത് ചില ആളുകൾക്ക് ഒരു തോന്നലുണ്ട്, ഈ ഫോറംസിന് മെഷീൻ അടിച്ചു കഴിഞ്ഞാൽ എഫക്റ്റ് ചെയ്യില്ല, ഫോറംസ് കളിക്കാൻ കഴിയില്ല, കിട്ടുമെന്ന്. പക്ഷെ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. നമ്മൾ അടിക്കേണ്ട രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോറംസ് ഉണ്ടാവും, സൈസാവും, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കാരണം നമ്മൾ ഒരാൾ മുമ്പിൽ നടന്നു പോകുന്ന സമയത്ത് ആദ്യം നമ്മളൊരാളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മളെ കണ്ണു പോക്ക് ഫോറംസിന് മുളക്കാണ്. ഈ ഫോറംസ് സൈസ് കാണുമ്പോൾ ആ ആൾക്ക് മനസ്സിലാവും ആൾ അത്യാവശ്യം സൈസുള്ള ആളാണ്. അപ്പോൾ നമ്മളെ ലൈഫിൽ നമ്മളെ ജിമ്മ് കളിക്കുന്ന ആൾക്ക് ഫോറംസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരിക്കലും നമ്മൾ എന്താക്കരുത്, സ്കിപ്പാക്കരുത്. ഫോറംസ് അടിച്ചേ പറ്റും, അപ്പോഴും നമുക്ക് കാണാൻ ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ എവിടെ പോകുമ്പോഴും. അപ്പോൾ അതെങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യാന്നുള്ളൊരു എക്സസൈസ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ്. ഇത് അടിക്കുന്ന സമയത്ത് ചില ആൾ അടിക്കുന്നുണ്ട്, ഇതാ നമ്മളെ ഒരു വിസ്റ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ ചെയ്ത് നമ്മളെ ബോഡി ഒരിക്കലും മൂവ് ചെയ്യരുത്, അത് നമ്മളെ ഹെഡ് മൂവ് ചെയ്യരുത്. നമ്മൾ ഈ ലോക്ക് ടൈറ്റ് ചെയ്ത് പിടിച്ച് കഴിയുക, കാല് വെച്ച് ചെയ്തല്ലേ സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ടാ 1 2 3 4. ഇത് എത്ര നമ്പർ റെപ്പറ്റീഷൻ നമുക്ക് എത്ര അടിക്കാൻ കഴിയോ അത്ര അടിക്കുക. ചില ആളുകൾ അടിക്കുന്ന നമ്മളെ ചെസ്റ്റിന് ബാക്കിനൊക്കെ അടിക്കുന്ന മാതിരി 15 നമ്പർ, 12 നമ്പർ, 14 നമ്പർ, അതൊന്നും അടിക്കരുത്. നമുക്ക് ഒരു സെറ്റ് നമുക്ക് എത്ര നമ്പർ അടിക്കാൻ കഴിയാം. കാരണം നമ്മൾ കൈ ഫയർ കയറുന്നത് വരെ അടിച്ചു കൊടുക്കുക, അപ്പോൾ നമ്മൾ ഫോറംസിന് എഫക്ട് ചെയ്യും. അല്ലാതെ 15 നമ്പർ, 12 നമ്പർ, 10 നമ്പർ അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എത്ര വെയിറ്റ് ഇടാൻ കഴിയും ആ വെയിറ്റ് ഇട്ട് അടിച്ചിട്ട് കഴിയുന്നിടത്തോളം കൈക്ക് എത്ര ടൈറ്റ് ആക്കാൻ കഴിയോ, എത്ര ഫയർ വരുന്നോ അത്ര അടിച്ചു കൊടുക്കുക. അടിച്ച് ഫയർ വരുന്ന സമയത്ത് ഇവിടെ ഫുള്ള് പമ്പാവും. അതൊരു 4 സെറ്റ് അടിച്ചു കൊടുക്കുക. കാരണം 12 നമ്പർ 15 നമ്പർ ഒരിക്കലും അടിക്കരുത്, അതിലെന്തില്ല ഒരു എഫക്റ്റും ചെയ്യില്ല. കാരണം ഇത് ചെറിയ മസിലാണ്. അപ്പൊ നല്ല എഫക്റ്റ് ചെയ്യണം അടിക്കുമ്പോൾ. അപ്പൊ നമ്പർ റെപ്പറ്റീഷൻ എന്താക്കുക, നല്ലോണം അടിച്ചു കൊടുക്കുക, ഒരു 4 സെറ്റ്. എക്സർസൈസിനുള്ള നമ്മുടെ രണ്ടാമത്തെ എക്സസൈസ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇത് 2 തരം എക്സസൈസ് ഉണ്ട്. നമുക്ക് മാനുവൽ ബാറും അടിക്കുക, നമുക്ക് മെഷീനും അടിക്കുക, ക്യാബിൾ. അപ്പൊ ക്യാബിൾ അടിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി എന്താവും, ഒന്ന് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും, ഈസിയായിട്ട് അടിക്കുക. കാരണം എന്താ, ക്യാബിളിന് സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ അടിക്കുന്ന സമയത്ത് നമ്മൾ നോക്കണം, ചില ആളുകൾ കാണും നമ്മൾ കൈ സ്ട്രൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ അടിക്കുന്നത്. അങ്ങനെ അടിക്കാൻ പാടില്ല. ലേസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ബെൻഡ് ചെയ്യുമ്പോൾ തരം നല്ലോണം മുകളിലേക്ക് ഫോറംസ് കയറും. ഇത് കണ്ടില്ല, ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇത് അടിക്കുന്ന സമയത്ത് നമ്മൾ എന്താക്കരുത്, റെപ്പറ്റീഷൻ വേണ്ട, നമുക്ക് ഒരിക്കലും വേണ്ട. ഇതും നമ്മൾ കൈ എത്ര നമുക്ക് അടിക്കാൻ കഴിയും, നമ്പർ റെപ്പറ്റീഷന് എത്ര അടിക്കാൻ കഴിയോ അത്രക്ക് അടിക്കാം. കൈ ഫയർ വരണം, അപ്പോഴേ ഫോറംസ് എഫക്ട് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ ടെക്നിക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. കൈ ഒരിക്കലും സ്ട്രൈറ്റ് വെക്കരുത്, കാരണം നമുക്ക് ഫോറംസ് കിട്ടില്ല. നമ്മൾ ഡെൽറ്റോണ് നമുക്കത് എഫക്ട് ചെയ്യുള്ളൂ. അപ്പോൾ കൈ ലേശം എന്തൊക്കെ ബെൻഡാക്കി കൊടുക്കാം. എന്നിട്ട് ഒരിക്കലും മറന്നു പോകരുത്, 15 നമ്പറോ 12 നമ്പറോ അടിക്കാൻ നിൽക്കരുത്. നമുക്ക് എത്രത്തോളം നമുക്ക് റെപ്പറ്റീഷൻ കൂട്ടി കൊടുക്കുക അടിക്കാൻ പറ്റുമോ അത്രത്തോളം അടിച്ചു കൊടുക്കുക. ഇതേ വർക്കൗട്ട് നമുക്ക് എന്താക്കാം, മാനുവൽ ബാറും നമുക്ക് അടിക്കാം. അതും ഞാൻ കാണിച്ചു തരാം. പക്ഷേ ബാർ അടിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്താക്കാം, നമുക്ക് ബാറും അടിക്കാം. അതും നമ്മൾ അടിക്കേണ്ടത് തന്നെയാണ്, സെയിം തന്നെ. കൈ ഒരിക്കലും സ്ട്രൈറ്റ് വെക്കരുത്. ഇത് നമ്മൾ അടിക്കുമ്പോൾ ഫോറംസ് എഫക്ട് ചെയ്യില്ല. ഇത് ലേശം ബെൻഡാക്കിയിട്ട് അല്ലേ 1 2 3 4. ഇതാണ് നമ്മൾ പറഞ്ഞ മാതിരി എന്താവരുത്, 15 നമ്പർ 10 നമ്പർ മൂലം നമ്മൾ അവസാനിപ്പിക്കരുത്. നമുക്ക് എത്രത്തോളം ഒരു സെറ്റ് അടിക്കാൻ കഴിയും നമ്മൾ റെപ്പറ്റീഷൻ കൂട്ടിയിട്ട് അത്രത്തോളം കൂട്ടി അടിക്കാം. അപ്പോൾ നമ്മൾ ഫോറംസിന് എഫക്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളെ ഫോറംസ് ഫ്ലെക്സർ എക്സസൈസിന്റെ 3ാമത്തെ വർക്കൗട്ടാണ് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതും കറക്റ്റ് നമ്മൾ നോക്കാം. ഇത് ചില ആളുകൾ ഇങ്ങനെ പിടിക്കും, എന്നിട്ട്
ഇങ്ങനെ അടിക്കും, ഒരിക്കലും അടിക്കരുത്, ലോക്ക് ചെയ്യുക. നമ്മളിത് ലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫോറംസിന് കറക്റ്റ് എഫക്ട് ചെയ്യും. അതെല്ലാം ഇങ്ങനെ പിടിച്ച് അടിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ജോയിന് പ്രശ്നങ്ങളും പെയിനുകളൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി കളിക്കുക, ലോക്ക് ചെയ്യുക, ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക. 1 2 3 4 മൂവ് ചെയ്യരുത്. ചില ആൾ അടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആവുന്നുണ്ട്, ഒരിക്കലും ആവരുത്. ഈ ലെവലിൽ തന്നെ ബാലൻസ് കീപ്പ് ചെയ്യുക, അടിക്കുക. ഇത് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ 10 നമ്പറോ 15 നമ്പറോ അടിക്കരുത്. നമുക്ക് എത്ര ഒരു സെറ്റിൽ അടിക്കാൻ കഴിയോ നമ്പർ റെപ്പറ്റീഷന് ഫയർ എത്രത്തോളം നമുക്ക് പെയിൻ വരുമോ അടിച്ച് സൈറ്റ് കളിക്കാം. അപ്പോൾ നമ്മളെ ഫോറംസ് നല്ല സൈസ് കയറുള്ളൂ. കണ്ടില്ലേ, ഇതാണ് നമ്മളെ 3ാമത്തെ വർക്കൗട്ട്. അപ്പം നമ്മുടെ ഫ്ലെക്സർ ഫോറംസിൻ്റെ 3 വർക്കൗട്ട് നമ്മൾ കാണിച്ചു തന്നു, നമ്മൾ കളിച്ചും ചെയ്തു. അപ്പോൾ ഇതുണ്ടാക്കുക, ഒരു ദിവസം നമ്മൾ വർക്കൗട്ട് ചെയ്യാം. ഈ വർക്കൗട്ട് 3 വർക്കൗട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ തിങ്കളാഴ്ചയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, ചെസ്റ്റ് ബൈസെപ്സ് ആണ് കളിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഫോറംസ് കളിക്കുക. അടുത്ത ദിവസം നമ്മൾ ബാക്ക് ട്രൈസ് കളിക്കുന്ന ആളെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക, ആ ദിവസം നമ്മൾ ആപ്സിന് കളിക്കുക. പിന്നെ നമ്മൾ ഷോൾഡറാണ് വർക്കൗട്ട് ഉണ്ടെങ്കിൽ എന്താക്കുക, നമ്മൾ അടുത്ത ഫോറംസ് ഉണ്ടല്ലോ അത് നമ്മൾ കളിക്കുക. അപ്പോൾ നമ്മളെ ഫോറംസിലെ 2ാമത്തെ വർക്കൗട്ടാണ് നമ്മൾ ഈ മസിലാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരാണ് എക്സ്റ്റൻസർ. അപ്പോൾ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അടിച്ച മെഷീൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ എക്സ്റ്റൻസർ മസിൽ നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെങ്ങനെ കളിക്കാൻ വേണ്ടി നോക്കാം. ലെറ്റ്സ് ഗോ. ഇതും ചില കളിക്കാനാകാത്ത ആളുകൾ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഇതൊരിക്കലും ലോക്ക് ചെയ്ത് പിടിക്കരുത്. നമ്മൾ പിടിക്കുന്ന സമയത്ത് ഫുള്ള് ലോക്ക് ചെയ്യുക. കണ്ടില്ല, ലെറ്റ്സ് ഗോ, കം ദർ. ഇതാണ് അടിക്കുന്നത്. ഇതും നമ്മൾ പറയുന്ന മാതിരി തന്നെ റെപ്പറ്റേഷൻ കൂട്ടി അടിക്കാൻ നോക്കാം. കാരണം നമ്മുടെ ഫോറംസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ മസിൽ. അപ്പം എത്ര നമുക്ക് കൂട്ടിയടിക്കാൻ കഴിയും അത്രക്കും നമുക്ക് എന്താക്കാം, കൂട്ടിയടിക്കാം. ഇത് അടിക്കുന്ന സമയത്ത് ലൈറ്റ് വെച്ച് അടിക്കുക. കാരണം നമുക്ക് ഹെവി പോകില്ല. നമ്മൾ ഈ ലോക്കിന് ഇത് അടിക്കുന്ന സമയത്ത് നമുക്ക് ഹെവി പോകില്ല. അപ്പം ഇത് നമുക്ക് എത്ര വെയിറ്റ് കുറയ്ക്കാൻ കഴിയും കുറച്ചിട്ട് നമ്മൾ എന്താക്കുക, റെപ്പറ്റേഷൻ കൂട്ടി അടിച്ചു കൊടുക്കുക. പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വർക്കൗട്ടാണത്. നമ്മളെ 2ാമത്തെ വർക്കൗട്ടാണ് ഫോറംസിനുള്ളത്. അപ്പം ഇവിടെ നമ്മൾ ഗ്രിപ്പ് ചെയ്ത് പിടിക്കാം. ഇത് നമ്മൾ ബൈസെപ്സിന് അടിക്കുന്ന വാറാണ്, അതുപോലെ ട്രൈസെപ്സിന് നമ്മൾ കിടന്ന് അടിക്കുന്ന വാറാണ്. അപ്പോൾ നമ്മൾ ഈ പൊസിഷനിൽ നമ്മൾ പിടിക്കുക ഫോറംസ് അടിക്കുന്ന സമയത്ത്. എന്നിട്ട് ലോക്ക് ചെയ്യാം. 1 2 3 4 5. താന്ന് പോരുത്, ഇത് പോരുത്. ഇത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോറംസ് നമുക്ക് എഫക്റ്റ് ചെയ്യില്ല. ഇതടിക്കാം. 1 2. ഇതുപോലെ തന്നെ നമ്മൾ എന്താക്കുക, റെപ്പറ്റീഷൻ നമുക്ക് എത്ര കൂട്ടി അടിക്കാൻ കഴിയോ അത്രക്കും കൂട്ടി അടിക്കുക. ഇനി ഒരു വർക്കൗട്ട് കൂടി നമുക്ക് ഫോറംസ് കളിക്കുന്നത്. ഇത് 2 മസിൽസിന് ഒരു ദിവസം നമ്മൾ കളിക്കരുത്. ഒരു ദിവസം ഈ മസിൽസിന് കളിക്കുക, പിന്നെ 2 ദിവസം കഴിഞ്ഞ് നമുക്ക് എന്താക്കുക, ഈ മസിൽസിന് കളിക്കുക. അപ്പോൾ നമ്മൾ മസിൽസ് സൈസ് ഉള്ളത്. എപ്പോഴും കളിക്കാതെ നിൽക്കരുത്, എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ 3ാമത്തെ വർക്കൗട്ട്. നമ്മുടെ ഡമ്പിളിൻ്റെ മുകളിൽ കളിക്കുന്ന കളിയാണ്. ഇതാണ് റെപ്പറ്റീഷൻ എത്ര കൂട്ടിയടിക്കുക കഴിയോ അടിക്കുക. അതുപോലെ ലെഫ്റ്റ് കൈ, പിന്നെ നമ്മൾ അതുപോലെ റൈറ്റ് അടിക്കുക. 4 സെറ്റ് വെച്ച് അടിക്കുക. നമ്പർ ഇല്ല, നമുക്ക് എത്രത്തോളം അടിക്കാൻ കഴിയും അത്രത്തോളം അടിക്കുക. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു, എൻ്റെ കോമ്പറ്റീഷൻ സംബന്ധിച്ചുള്ള വീഡിയോസൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഒരുപാട് കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു. യാസർ ഭായ്, നിങ്ങളെ പയ്യെ വീഡിയോ കാണാനാണ് ഏറ്റവും ഭംഗി. ഇപ്പോൾ ബൾക്കായ ശരീരം കാണാൻ തീരെ വൃത്തിയില്ല. എൻ്റെ ആ വീഡിയോ 2023, 2024 ആ സമയത്തുള്ള കോമ്പറ്റീഷൻ്റെ വീഡിയോസാണ്. ഇപ്പോൾ ഒരു 1.5 വർഷം 2 വർഷമായി ഇപ്പോൾ ഞാൻ കോമ്പറ്റീഷനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സിറ്റുവേഷനിൽ ഒന്നുകൂടി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ബോഡിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഇപ്പോൾ ഇതാണ് എൻ്റെ ബോഡി. ഇതിവിടെ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം എൻ്റെ വീഡിയോസ് കണ്ട് ഒരുപാട് ആൾ ചോദിച്ച് കുടവയറുന്നു. എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബോഡി ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കോമ്പറ്റീഷൻ വേണ്ടിയിട്ടല്ല, നോർമലായിട്ടൊന്ന് ബോഡി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വർക്കൗട്ടും എൻ്റെ ഫുഡ് പ്രോഗ്രാമും സപ്ലിമെൻറ്റ് പ്രോഗ്രാമും ഒക്കെ ചെറിയൊരു വ്ളോഗായിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ എന്താകുന്നുണ്ട്, അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഉപകാരപ്പെടുന്ന പല ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക. തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്.